എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേദന തന്നു, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആളുകൾ, പക്ഷെ അവർ നിങ്ങൾക്ക് വേദന തന്ന് നിങ്ങളെ ഉപേക്ഷിച്ച് വഞ്ചിച്ചു അകന്നു പോയ ആളുകൾ, അവർക്ക് ഉള്ള കർമ്മഫലം എന്തായിരിക്കും? എന്നോട് പലരും വന്ന് ചോദിക്കാറുണ്ട്, ഇത്രയും വേദനിപ്പിച്ചിട്ട് പോയതാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കർമ്മഫലം ഇല്ലാതിരിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെ കർമ്മഫലം. അപ്പോൾ ഞാൻ 3 സെറ്റ് ഓഫ് കാർഡുകളാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. റെഡ്, യെല്ലോ, വൈറ്റ്. ഇതിൽ ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു 5 കാർഡ് വെച്ച് ഓരോ ഡെക്കിൽ നിന്നും എടുക്കാനുണ്ട്. നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്തോളൂ. ജനറൽ റീഡിംഗ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ വീഡിയോ കാണുന്നവര് മുഴുവനായിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ യൂട്യൂബ് ചാനലിൽ എൻ്റെ കിറ്റി കാറ്റ് ടാരോസ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ വന്നാലേ നിങ്ങൾക്ക് മുഴുവൻ വീഡിയോ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോ സെലക്ട് ചെയ്തോളൂ. സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണം, കൂടുതൽ ക്ലാരിറ്റി വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യും കേട്ടോ. അപ്പൊ ഞാനിന്ന് ഓറക്കൽ മെസ്സേജ് എടുക്കുന്നില്ല. നമുക്ക് ഈ റെഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് ആദ്യം ഞാൻ പോകുന്നത്. ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാർഡുകൾ, എന്നാലും നമുക്ക് ഒന്നും കൂടെ ഷഫിൾ ചെയ്യാം. നമുക്കൊരു 5 കാർഡ് അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് അറിയണം, നിങ്ങളോട് എന്താണ് അവർ ചെയ്തതെന്ന് നമുക്കറിയണം, ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയണം, പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് എന്താണ് വരുന്നത്, അതിൻ്റെ കൂടെ ആ കാര്യം അവരുടെ കർമ്മഫലം അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാകുമോ നിങ്ങളോട് ചെയ്തതിന്റെ തെറ്റിന്റെ ഫലമാണ് അവർ അനുഭവിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു 5 കാർഡ് അപ്പൊ ഒന്നാമത്തെ കാർഡ് പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ എനർജിയാണ്. ഞാനിവിടെ പോയിന്റ്സ് ഇട്ട് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടാണ് നോക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാർഡ് കാണിക്കുന്നത് നൈറ്റ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ അപ്പൊ ഒന്നാമത്തെ കാർഡ് കിട്ടിയത് നൈറ്റ് ഓഫ് സ്വേർഡ്സ് ആണ്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് പറഞ്ഞാൽ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആളുകളാണ്. ഒരു കാര്യം പറയും, വേറൊരു കാര്യം ചെയ്യും. വളരെ നന്നായിട്ട് സംസാരിക്കും, പക്ഷെ അവർ പറയുന്ന വാക്കെല്ലാം പൊള്ളയായ വാക്കുകളാണ്. അവര് ഒരു വാക്കിന് വ്യവസ്ഥ വേണം, എന്നാലേ നമുക്ക് അവരെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരു എനർജിയാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി. അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. രണ്ടാമത്തെ കാർഡ് നമ്മൾ നോക്കുമ്പോൾ അവര് നിങ്ങളോട് എന്താണ് ചെയ്തതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങളോട് എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ 6 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 6 ഓഫ് പെന്റക്കിൾസ് അപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയറിംഗ് ആണ്. അവരുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. നിങ്ങൾ അതുപോലെ നിങ്ങളുടെ അടുത്തുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. പക്ഷേ ഇവര് നിങ്ങളോട് ചെയ്തത്, നിങ്ങളുടെ അടുത്ത് നിന്നുള്ള സാധനങ്ങളെല്ലാം, പൈസയായാലും സ്വർണമായാലും നിങ്ങളുടെ സ്ഥലമായാലും നിങ്ങളുടെ വേറെ മറ്റു സാധനങ്ങളാണെങ്കിലും നിങ്ങളുടെ സ്നേഹമാണെങ്കിലും ഇവരെടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നും തിരിച്ചു തന്നില്ല. നിങ്ങൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. കാരണം നിങ്ങൾ അത്രയും ഈ വ്യക്തിയെ സ്നേഹിച്ചു, വിശ്വസിച്ചു. അപ്പൊ ഈ വ്യക്തി ചെയ്തത് വളരെ ഒരു വിശ്വാസ വഞ്ചനയാണ് ഈ വ്യക്തി ചെയ്തിരിക്കുന്നത് നിങ്ങളോട്. ഒരു കാര്യം മാക്സിമം നിങ്ങളിൽ നിന്ന് എടുക്കുന്നതല്ലാതെ നിങ്ങൾക്കൊന്നും തിരിച്ചു തന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഈ വ്യക്തി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇത് 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. മൂന്നാമത്തെ നമ്മുടെ ചോദ്യം, അവർ ഇപ്പോ ഏത് അവസ്ഥയിലാണ്? അവരുടെ എനർജി നമ്മൾ കണ്ടു, വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആളുകളാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ ലവ് ഇസ് ബ്ലൈൻഡ് എന്ന് പറയും. പ്രേമത്തിന് കണ്ണില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. നമ്മുടെ മുമ്പിൽ വന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടാലും നമ്മളത് വിശ്വസിക്കില്ല. വെറുതെയാണ്, ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസം. ഇവിടെ ഇപ്പോ ഏത് അവസ്ഥയിലാന്ന് ചോദിക്കുമ്പോൾ 6 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. 6 ഓഫ് വാൻഡ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഈ സ്വഭാവം കൊണ്ട്, അപ്പൊ നിങ്ങളോട് മാത്രമല്ല ഇവരിങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ളത്, ഇവര് എല്ലാവരോടും, ഇവരുടെ ജീവിതത്തിൽ നിങ്ങളുമല്ല ഇവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളത്, ഇനി വരാനും ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പൊ ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളവരെ എല്ലാവരും, അവരുടെ ജീവിതം തന്നെ ഒരു വഞ്ചനയുടെ ഒരു ഇതാണ്, സീനുകളാണ്. ഒരു ആര് ഇവരുടെ ജീവിതത്തിൽ ജോലി എടുക്കുന്ന സമയത്ത് സ്ഥലത്ത് മറ്റുള്ളവരെ
ഇത് വഞ്ചിക്കും. അതുപോലെ ഇവരുടെ വീട്ടുകാരോടും വീട്ടുകാരെയും പറ്റിച്ചിട്ടുള്ള ആളുകളാണ്, ഫ്രണ്ട്സിനെ എല്ലാവരെയും പറ്റിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആർക്കും ഇവരെ കണ്ടൂടാ. ഇവര് ഫോൺ ചെയ്താലും ആരും എടുക്കില്ല. ഇവരെ വഴിയിൽ വെച്ച് കണ്ടാലും ഒഴിഞ്ഞു മാറി നടക്കും. ഇവരെന്ത് സഹായം, കാര്യമായിട്ടുള്ള കാര്യത്തിന് സഹായം ചോദിച്ചാൽ പോലും ആരും സഹായിക്കില്ല. കാരണം അവർക്കെല്ലാം ഇവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അനുഭവം വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോ എല്ലാവരോടും തഴയപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തി. പക്ഷെ അത് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ല. ഈ വ്യക്തിയുടെ തെറ്റുകൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പൊതുവെ ആൾക്കാര് നമ്മളെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ ഈ വ്യക്തി പറഞ്ഞത് നിങ്ങൾ അത് അനുവദിച്ചിട്ടുകൊണ്ടല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും പൊട്ടിയോ പൊട്ടനോ ആയിരിക്കുമല്ലോ ഞാൻ നിങ്ങളെ വഞ്ചിച്ചത് എന്ന ഒരു മാനസിക ഇതാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിന് ഒരു ചളിപ്പുമില്ലാത്ത ഒരു ഉളുപ്പുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. നമ്മളുടെ അടുത്ത 2 ചോദ്യം, എന്താണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്നത്? അവർ ഈ ചെയ്ത് കൂട്ടിയതിൽ നിന്നും നമുക്കൊരു തിരിച്ചറിവ് വരണം. നമ്മൾ ജനിച്ച പോലെയും ചെറുപ്പകാലത്ത് നമ്മൾ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്യും. നമ്മൾക്ക് ആ സമയത്ത് ശരിയെന്ന് തോന്നുന്ന കാര്യം. പക്ഷെ കുറച്ചും കൂടെ വലുതാവുമ്പോൾ നമ്മളെ തെറ്റുകളും ശരികളും നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. നമ്മൾ എന്താണെന്നും നമ്മൾ എന്താണ് മറ്റുള്ളവരോട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് നമ്മളെ സ്നേഹിക്കുന്നവരോട് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന ഒരു ബോധം നമുക്ക് വേണം. ഈ വ്യക്തിക്ക് അതില്ല. ഈ വ്യക്തി സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സെൽഫിഷ് ആയ ഒരു എനർജിയാണ്. ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ്, അതേ എനർജിയിൽ പോകുന്ന ഒരാളാണെന്ന് ഓർക്കുക. ഇനി ഇവരുടെ ജീവിതത്തിലേക്ക് എന്താണ് വരുന്നത്? ഇവിടെ വരുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ് വരുന്നത്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരിച്ചറിവ് വരാൻ പോകുന്നുണ്ട് ഇവർക്ക്. എന്ന് വെച്ചാല് ഇവർക്ക് ഒരു അനുഭവം ഉണ്ടാകാൻ പോകുന്നുണ്ട് കേട്ടോ. ഇവർക്കൊരു വലിയൊരു അനുഭവം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ആ ഒരു അനുഭവം വരുമ്പോൾ ഞാൻ ചെയ്തതെല്ലാം ഈ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ വളരെയധികം വിസ്ഡം, ഒരു എന്താ പറയാ, ജ്ഞാനമാണ് ഹൈ പ്രീസ്റ്റസ്. വളരെയധികം സീക്രട്ട് ഒളിപ്പിക്കുന്ന ഒരു എനർജിയാണ്. എന്നാലും വളരെയധികം നോളജിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഈ വ്യക്തി റിവേഴ്സ് ആണ് വരുന്നത്. ഈ വ്യക്തിക്ക് ഒരു അടി കിട്ടും. പക്ഷെ ഈ വ്യക്തി എന്നാലും എന്താണ് ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കില്ല. മനസ്സിലായി, എനിക്കൊരു പണി കിട്ടി, നല്ലൊരു പണിയാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു പണി കിട്ടും ഈ വ്യക്തിക്ക്. മിക്കവാറും ഒരു വെർഗോ അല്ലെങ്കിൽ ഒരു പൈസസ് സോഡിയാക് സൈനിലെ ആളുകളായിരിക്കും ഇവർക്ക് പണി കൊടുക്കാൻ പോകുന്നത്. അപ്പോ ഈ പണി കിട്ടിയാലും ഈ വ്യക്തിക്ക് മനസ്സിലാവില്ല ഈ വ്യക്തി ഇത്രയും നാള് ചെയ്തതിന്റെ ഫലമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു അടിയാണെന്ന് മനസ്സിലാവില്ല വ്യക്തിക്ക്. അതാണ് ഈ വ്യക്തിയുടെ ഒരു മണ്ടത്തരം, ഒരു എന്താ പറയുക, അറിവില്ലായ്മ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അത് മറ്റുള്ളവർക്ക് അത് പ്രശ്നമാകുമ്പോൾ അതൊരു അറിവില്ലായ്മ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത്രയും വേദനയാണ് ഈ വഴിയിൽ മുഴുവനും ഈ വ്യക്തി പരിചയപ്പെട്ട ആളുകൾക്കെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ വ്യക്തിക്ക് ഒരു തിരിച്ചടി വരുന്നുണ്ട്. വളരെ മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് വരാൻ പോകുന്നത്. എന്ന് വെച്ചാല് നമ്മളെ ഉപദ്രവിച്ചാല് നമ്മൾ ചിലർ പോട്ടെ കുഴപ്പമില്ല, അറിവില്ലായ്മ, പക്ഷെ ചിലര് ഉപദ്രവിച്ചു കഴിഞ്ഞാല് ഇവർക്ക് ശിക്ഷ കിട്ടണം, ഇവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം, ഇവരെ പിടിക്കപ്പെടണം, ഇവര് ചെയ്തതിന് അനുഭവിക്കണം എന്ന് മനസ്സിലുള്ള എന്ന ഒരു കാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാളുമായിട്ടാണ് ഈ വ്യക്തിക്ക് ഒരു കണക്ഷൻ വരാൻ പോകുന്നത്. അതോടുകൂടെ ഈ വ്യക്തിയുടെ ജീവിതം താഴത്തേക്ക്, ഇനിയിപ്പോ എന്താ പറയാ, വളരെ ഒരു നെഗറ്റീവ് ഇതിലേക്കാണ് ഈ വ്യക്തിയുടെ ജീവിതം. ഇതുവരെ വളരെ ഹാപ്പിയാണ്, ഒരു കാര്യത്തിലും തിരിച്ചറിവ് ആവുന്നില്ല, എല്ലാവരെയും പറ്റിക്കുന്നു, എനിക്ക് ഇത് കിട്ടുന്നില്ല, ആൾക്കാരെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ വേണ്ട, അവരുടെ നഷ്ടം എന്ന ചിന്തയിലാണ്. എന്നാൽ എന്തിൽ എന്തോ പ്രശ്നമുണ്ട്. ഒരാള് നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഓക്കെ, അവരുടെ കുഴപ്പമാണ്. 2 ആൾക്കും ഓക്കെ. ഒരു 10 പേര് നമ്മളെ അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത് തിരിച്ചറിയണം. അത് തിരിച്ചറിവില്ലാത്ത ഒരാളാണ്. അപ്പോഴാണ് ഈ വ്യക്തിക്ക് ഒരു പണി കിട്ടാൻ പോകുന്നത്. ലാസ്റ്റ് കാർഡ്, ഈ പണി കിട്ടുമ്പോൾ വ്യക്തിക്ക് മനസ്സിലാകുമോ ഇത് നിങ്ങളോട് ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണെന്ന്? 2 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടത് ഈ വ്യക്തിക്ക് ഒരാളുമായിട്ടല്ല റിലേഷൻഷിപ്പ്, പലരുമായിട്ടാണ്. അപ്പോ നിങ്ങളോട് ചെയ്തതിന്റെ ശിക്ഷയാണെന്ന് മനസ്സിലാവില്ല. കാരണം പോയ വഴിയിൽ പലരെയും പരിചയപ്പെട്ടു. ഇപ്പൊ ഈ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് നിങ്ങളെ പറ്റിച്ചിട്ട് പോവുകയാണെങ്കിൽ അപ്പൊ ഓർമ്മയുണ്ടാവും, ഇങ്ങനെ ഒരാളോട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് പലരാണ്, എല്ലാവരോടും ഒരുപോലത്തെ എനർജിയാണ്, ആരോടും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ആരോടും റെസ്പെക്റ്റും ഇല്ല, ആരെയും പറ്റിക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു എനർജി ആകുമ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങൾ എന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഓർമ്മയില്ല. മനസ്സിലായോ? നിങ്ങളൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകളിൽ എവിടേക്കോ മറഞ്ഞു പോയി. നിങ്ങൾ ഇപ്പോഴും അത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്.
ചിലര് വേറെ വിവാഹം കഴിക്കുന്നില്ല, എനിക്ക് ഈ വ്യക്തി തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾ, ശാഠ്യം പിടിച്ച് നിൽക്കുന്ന ആൾ. ചിലര് ജീവിതവുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഇത്രയും പറ്റിച്ച ഒരാളെ നിങ്ങൾ മറന്നിട്ടില്ല. പലതരത്തില് ഉള്ള അവസ്ഥയിലാണ് നിങ്ങളിപ്പോ. അപ്പോ ഈ വ്യക്തി ഓർക്കുന്നില്ല, നിങ്ങളെ ഓർക്കില്ല ഈ വ്യക്തി. മനസ്സിലാവുണ്ടോ? ടു ഓഫ് സ്വേർഡ്സ് റിവേഴ്സ്. ടു ഓഫ് സ്വേർഡ്സ് ഇൻഡിസിഷൻ ആണ് അപ്രൈറ്റ് വരുന്നത്. തിരിച്ച് റിവേഴ്സ് വരുമ്പോ ഒരു ഡിസിഷൻ ആണ് വരുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് മനസ്സിലാകും ഇതുവരെ അറിവില്ലായിരുന്നു, പക്ഷെ നല്ല പണി കിട്ടുമ്പോൾ ചിലപ്പോ ഇവര് തന്നെ പറയും ഈ വ്യക്തിയോട്, നിങ്ങൾ എന്നോട് ചെയ്തതിന്റെ അതാണ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ തന്നിരിക്കുന്ന ഈ പണിഷ്മെന്റ്, ഇത് കാരണമാണ് ഞാൻ നിങ്ങളെ പിടിച്ചു കൊടുത്തത് എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പണി തന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. അപ്പൊ ഈ വ്യക്തിക്ക് ഒരു ബോധോദയം വരും, ഓ ഞാൻ അങ്ങനെയാണെങ്കിൽ എത്രയോ പേർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് എത്രയോ പേരെ, അവരെല്ലാം കൂടി എന്റെ പുറകെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊരു ചിന്ത ഈ വ്യക്തിക്ക് വരും. അതല്ലാതെ ഇന്ന ആളോട് ചെയ്തു ഇന്ന ആളോട് ചെയ്തു എന്നൊരു ചിന്തയില്ല. പലരോടും ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു അവസ്ഥ. അപ്പൊ ഒരു തീരുമാനം മനസ്സിലാകും, ഇത് ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ഫലമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാവും. ഇത് അക്വേറിയസ് ലിബ്ര ജെമിനി ആണ്. ഇത് വെർഗോ പൈസസ് ആണ്. ഇത് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ടോറസ് വെർഗോ കാപ്രിക്കോൺ. ഇത് അക്വേറിയസ് ലിബ്ര ജെമിനി. അപ്പോ ഈ വ്യക്തിക്ക് മനസ്സിലാകും ഞാൻ ചെയ്തു കൂട്ടിയ പ്രശ്നങ്ങളുടെ ഫലമാണ് എനിക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാവും. പക്ഷെ ഇന്ന ആളോട് ചെയ്തതെന്ന് മനസ്സിലാവില്ല. ഈ അവസാനം ഇവർക്ക് പണി കൊടുക്കുന്ന ആളോട് ചെയ്തതിനുള്ള കർമ്മഫലമാണ് ഇത് എന്ന് മാത്രമേ ഈ വ്യക്തിക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ കുറെ പേരോട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരുടെ പേരും സ്ഥലവും ഓർമ്മയില്ല, അവരാരാണെന്ന് ഓർമ്മയില്ല. ഇവരെ മാത്രം ഓർക്കും, കാരണം ഇവരാണ് പണി കൊടുക്കുന്നത്. അതുകൊണ്ട് അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാർഡിന്റെ റീഡിങ്. കർമ്മഫലം എല്ലാവർക്കും കിട്ടും. അത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയാൽ, നമ്മൾ ഭയങ്കര നല്ല ആൾക്കാരാണ്, ചില്ലുകൂട്ടിൽ ഇരിക്കേണ്ടവരാണ് എന്നൊക്കെ വിചാരിച്ചാലും അത് ഈ എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഒരു സൈഡിൽ ഒരു മാലാഖയും ഇവിടെ ഒരു ചെകുത്താനും ഉണ്ടെന്നാണ് പല മതങ്ങളും പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങള് മാലാഖ എഴുതും, തെറ്റ് ചെയ്യുന്നത് മുഴുവൻ വേറൊരു മാലാഖ, ചെകുത്താനും മാലാഖ ആയിരുന്നു ലൂസിഫർ. അപ്പോ അവരെഴുതും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് കണക്കെടുപ്പ് ജഡ്ജ്മെന്റിന്റെ സമയത്താണ് വരാൻ പോകുന്നത്. അപ്പൊ സൂക്ഷിക്കുക. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയാലും നമ്മൾക്ക് ദൈവത്തിനെ പറ്റിക്കാൻ പറ്റില്ല. കാരണം ഈ ഗൂഗിൾ മാപ്പിന് സെർച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം കാണുന്നുണ്ട്. അപ്പൊ അത് സൂക്ഷിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങള് നമ്മൾക്ക് അടിയായിട്ട് വരും. അത് നമ്മൾക്ക് ഒന്നും ചെയ്യാത്ത, നമ്മളുടെ വളരെ വീക്കായ ഒരു സമയത്താണ് ഇതൊക്കെ തിരിച്ചടിയായിട്ട് വരാൻ പോകുന്നത്, അല്ലേ? അപ്പൊ അത് ഒന്നാമത്തെ കാർഡിന്റെ റീഡിങ് കഴിഞ്ഞു. ഒന്നാമത്തെ കളർ സെലക്ട് ചെയ്ത്, ഇനി രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ ഓം നമ ശിവായ. നമുക്കൊരു 5 കാർഡുകൾ വേണം ഇതിൽ. അതിന് ഞാൻ ആദ്യം ഇതൊന്ന് ഷഫിൾ ചെയ്യാണ്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ ഓം നമ ശിവായ. നമുക്കൊരു 5 കാർഡ് വേണം. ഒന്നാമത്തെ കാർഡ് അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്. രണ്ടാമത്തെ കാർഡ് നിങ്ങളോട് അവരെന്താണ് ചെയ്തത്. മൂന്നാമത്തെ കാർഡ് ഇപ്പോഴുള്ള അവരുടെ അവസ്ഥ എന്താണ്. നാലാമത്തെ കാർഡ് എന്താണ് അവരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അഞ്ചാമത്തെ കാർഡ് അവരെ ഈ കർമ്മഫലം അനുഭവിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുമോ നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് ഉള്ള ഫലമാണ് ഇവർ അനുഭവിക്കുന്നത്, അതറിയാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യം ഒന്നാമത്തെ കാർഡ് എടുത്ത് നോക്കാം. അവരുടെ ഇപ്പോഴത്തെ എനർജി 9 ഓഫ് സ്വേർഡ്സ് ആണ്. 9 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോ. ഭയങ്കരമായിട്ടുള്ള അവർക്ക് ഉറക്കമില്ലായ്മയുണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായ കുറ്റബോധമൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് അവരിപ്പോ നിൽക്കുന്നത്. ചിലപ്പോ ഒരു അസുഖം എന്തെങ്കിലും വന്നിട്ടുണ്ടാവാം. ഭയങ്കരമായ കുറ്റബോധമാണ്, മനസ്സിലായോ? അപ്പോ ഉറക്കമില്ല, ആകെ കൂടെ പേടിയാണ്. ഇനി എന്താണ് വരുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ ഒരു വെപ്രാളത്തിലാണ് ഇവര്, കേട്ടോ. അപ്പോ ചില സമയത്ത് ഇവർക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ. ചിലപ്പോൾ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾ ചെയ്തിട്ട് പണ്ടൊക്കെ നല്ല സക്സസ്ഫുൾ ആയിരുന്ന കാര്യങ്ങളിലെല്ലാം ഇപ്പൊ പുറകോട്ട് പോകുന്നു, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയുള്ള ഒരു ടെൻഷനിലാണ്, വെപ്രാളത്തിലാണ് ഇവര് ആദ്യം പിടിച്ചിരിക്കുകയാണ്. അക്വേറിയസ് ലിബ്ര ജെമിനി ആണിത്. അടുത്ത കാർഡ് വരുന്നത് എന്താണ് അവർ നിങ്ങളോട് ചെയ്തത്. ഏസ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. നിങ്ങളുടെ പണം കുറെ അടിച്ചിട്ടുണ്ട് ഇവര്. എന്ന് വെച്ചാല് നിങ്ങളെ
ചിലപ്പോ ഒരു വീട് നമ്മൾ ഒരുമിച്ചല്ലേ, അപ്പൊ നമുക്കൊരു വീട് വെക്കാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ഒക്കെ വരച്ച് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത്ര പെർസെന്റേജ് നിങ്ങൾ ഇടണം, ഞാൻ കുറച്ചിടാം എന്നൊക്കെ പറഞ്ഞ റിലേഷൻഷിപ്പിൽ വന്ന സമയത്ത്, തുടക്ക സമയത്ത് അപ്പൊ നിങ്ങളും കുറെ പൈസ ഇട്ടു. റിലേഷൻഷിപ്പിൽ വ്യക്തി ആ പൈസയും കൊണ്ട് മുങ്ങി. അത് വീടിന് വെക്കാനും ഉപകരിച്ചില്ല, ഒരു കാര്യത്തിലും ഉപകരിച്ചില്ല. അപ്പൊ നിങ്ങൾ ഇത് വിചാരിച്ചിരുന്ന ഒരു സീഡാണ്. ഏസ് ഓഫ് പെന്റക്കൽസ് ആണ്, സീഡാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെടി നട്ടു, അതിനെ വിത്ത് പാകി, അതിനെ നമ്മൾ പരിചരിച്ച് അതിങ്ങനെ വളർന്ന ഒരു ഫ്രൂട്ട് ആവുമ്പോഴാണ് അത് ഒരു വിവാഹത്തിലേക്ക് എത്തുക, സക്സസ്ഫുൾ ആയ ഒരു റിലേഷൻഷിപ്പ്. പക്ഷെ ഇത് ആ സമയത്ത് തന്നെ, ഇത് തുടങ്ങിയ സമയത്ത് തന്നെ നിങ്ങളെ പറ്റിച്ചു ഈ വ്യക്തി. പല കാര്യങ്ങൾക്കായിട്ട് പണം നിങ്ങളുടെ അടുത്ത് മാറ്റി, നിങ്ങൾ അറിഞ്ഞു കൊടുത്തതാണ്. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ടുള്ളതാണ് എന്നൊരു വിശ്വാസത്തിൽ നിങ്ങൾ അറിഞ്ഞു കൊടുത്തതാണ് വ്യക്തിയെ, കട്ടതല്ല. നിങ്ങൾ ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഒരു ഇത് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു FD വേണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ച് കുറെ പണം അടിച്ചിട്ടുണ്ട്. അപ്പൊ തുടക്കത്തിൽ തന്നെ, റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ പറ്റിച്ചിട്ട് കടന്നുപോയ ആളാണ്. ഇത് ഏസ് ഓഫ് പെന്റക്കിൾസ് സീഡാണ്. ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കം, നല്ലൊരു ഭാവി ഉണ്ടാകുമായിരുന്നു, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കും എന്ന ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ഇരുന്ന സമയത്ത് പോയ റിലേഷൻഷിപ്പ് ആണ്. ഇത് എവിടെ എത്തിയില്ല, മനസ്സിലായോ? അങ്ങനത്തെ റിലേഷൻഷിപ്പ് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. ഇപ്പോ ഏതവസ്ഥയിലാണ് ഇവരെന്ന് നോക്കുമ്പോ 5 of Cups റിവേഴ്സ് ആണ്. ഇവര് അവർക്ക് എന്താ പറയാ, കുറെ കാര്യങ്ങൾ ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ആളാണോ എന്ന് നമുക്ക് അറിയില്ല. കാരണം ഇവിടെ 5 of Cups എന്ന് അപ്രൈറ്റ് വരുമ്പോ റിഗ്രറ്റ് ആണ്. ഓ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചത് ഇത് കിട്ടി, അതൊന്നും കിട്ടിയില്ല എന്നൊരു റിഗ്രറ്റ്. റിവേഴ്സ് വരുമ്പോ ഓക്കെ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ പ്രതീക്ഷിച്ച പോലെ എന്റെ ജീവിതത്തിൽ കാര്യങ്ങളൊന്നും നടന്നില്ല, ഓക്കെ കുഴപ്പമില്ല, ഇനി ബെറ്റർ ഒരു സമയം വരുമായിരിക്കും എന്ന ഒരു അവസ്ഥ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പോ വെപ്രാളം ഉണ്ടെങ്കിലും ഇനിയും സമയം ബെറ്റർ ആയിക്കോളും എന്നൊരു ശുഭാപ്തി വിശ്വാസം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത്. ഇത് ക്യാൻസർ പൈസസ് സ്കോർപിയോ ആണ്. നഷ്ടപ്പെട്ടതൊക്കെ പൊക്കോട്ടെ, കുഴപ്പമില്ല, എനിക്ക് ഇനിയും ജീവിതമുണ്ട്, ഇനിയും എനിക്ക് അതൊക്കെ തിരിച്ചു പിടിക്കാം എന്നൊരു ചിന്ത. അപ്പോൾ ഡിസപ്പോയിന്റ്മെന്റിൽ നിന്നൊരു ഫ്യൂച്ചർ ഒക്കെ നല്ല ബെറ്റർ ആകും എന്നൊരു ശുഭാപ്തി വിശ്വാസം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ അതാണ് അവസ്ഥ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ, ഉറക്കമില്ല, എന്നാലും ഈ വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഇനിയും ബെറ്റർ ആക്കണം, ഇനിയും ബെറ്റർ ആക്കണം, എങ്ങനെയെങ്കിലും ഇത് ഈ കുഴിയിൽ നിന്നും കയറി പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിലേക്ക് ഇനി എന്താണ് വരുന്നത്? 9 of Wands റിവേഴ്സ് ആണ് വരുന്നത്. 9 of Wands റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു മേജർ ഒരു സ്ട്രഗിൾ ആണ് വരുന്നത്. ഇതൊരു വളരെ പാഷനറ്റ് ആണ്. അപ്പോ ഒരു സൈഡിൽ നിന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവര് വേറൊരു സൈഡിൽ നിന്ന് എന്തെങ്കിലും തുടങ്ങാനൊക്കെ നോക്കും. അപ്പോ എന്ന് വെച്ചാൽ വിട്ടുകളയുന്നില്ല. ജീവിതത്തിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് കൂടുതലുള്ള ഒരാളാണിത്. അപ്പോ പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലായിടത്തും ഞാൻ ജയിക്കണം, എനിക്കെല്ലാം നല്ലത് വരണം എന്ന ചിന്തയുള്ള ഒരാളാണ്. പക്ഷെ 9 of Wands അങ്ങനെ ഒരു ഇതാണെന്ന് വെച്ചാൽ കുറെ ജീവിതത്തിൽ കുറെ ഫൈറ്റ് ചെയ്തു, ഞാൻ എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് ഈ വ്യക്തി പോകുന്നില്ല. ഈ വ്യക്തിയുടെ ജീവിതത്തില് ലാസ്റ്റ് സ്ട്രഗിൾ ആണ്. അപ്പോ അവസാനമായിട്ട് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന ഒരു മെന്റാലിറ്റി ആണ് ഇനി വരാൻ പോകുന്നത്. കാരണം അത്രയും എന്ന് വെച്ചാല് ഇടുന്ന പൈസ മുഴുവൻ കപ്പൽ മുങ്ങി പോകുന്നു. നമ്മള് ഫോറിനിലേക്ക് പോകാൻ വേണ്ടി സ്ട്രഗിൾ ആണ്. ഫോറിനിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ആർക്കെങ്കിലും ബ്രോക്കർക്ക് പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏജൻസിക്ക് പൈസ കൊടുക്കുന്നു, അവർ അതുകൊണ്ട് മുങ്ങുന്നു. അല്ലെങ്കിൽ അവിടെ യുദ്ധം വരുന്നു, ഇവർക്ക് വ്യക്തിക്ക് പോകാൻ പറ്റുന്നില്ല, വിസ കിട്ടുന്നില്ല, മനസ്സിലായോ? അങ്ങനെ പല പല തടസ്സങ്ങൾ. അപ്പൊ ചിലപ്പോ വല്ല നോക്കിക്കുന്നൊക്കെ ഉണ്ടാവുമായിരിക്കും, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ ആരും പറഞ്ഞു കൊടുക്കില്ല. പറയുമ്പോൾ ആൾക്കാർ പറയും മുജ്ജന്മത്തിന്റെ പ്രശ്നമാണ്, ശനി ദോഷമാണെന്നൊക്കെ പറയും. പക്ഷെ ആരും ഈ വ്യക്തി ഈ ജന്മത്തിൽ ചെയ്ത തെറ്റുകളുടെ ഒരിതാണ് ഈ വ്യക്തി അനുഭവിക്കുന്നതെന്ന് ആരും പറയില്ല. അവിടെയാണ് പ്രശ്നം. നമ്മൾ ഈ ജന്മത്തിൽ ഇപ്പൊ ചെയ്ത് ഈ ഒരു ജന്മത്തിൽ ഇത് ഈ പ്രായം വരെ നമ്മൾ ചെയ്തു കൂട്ടിയ പ്രശ്നങ്ങൾ, അതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങി. കാരണം അധികം എന്ന് വെച്ചാല് ഒരു 50 വയസ്സിലുള്ള ഒരാൾക്ക് പ്രശ്നങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ അയാൾക്ക് ജീവിതം അധികം ഇല്ല. അയാളുടെ മാക്സിമം ലൈഫ് അയാൾ ജീവിച്ചു കഴിഞ്ഞു. പിന്നെയുള്ള കുറച്ച് വർഷങ്ങൾ, ഒരു 20 വർഷം, അതൊക്കെയാണ്. അപ്പൊ അതുവരെ ഇയാള് ഈ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. തീരാറായി ആയുസ്.
അപ്പോ ഈ ഇതൊക്കെ എല്ലാം ഇവിടെ അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു ഈ ജീവിതത്തില് പ്രശ്നം. പക്ഷെ ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നില്ല. ഈ വ്യക്തി സ്ട്രഗിൾ ചെയ്യണം. ഓ ഇവിടെ പോണേ കുഴപ്പമില്ല, ഇനി സമയമുണ്ട്, ഇനി ഞാൻ വേറെ ട്രൈ ചെയ്യും. അങ്ങനെ പല ട്രൈ ചെയ്ത് ഈ വ്യക്തി 9 of Wands എത്തി നിൽക്കും. അതാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്ന ഫൈനൽ പ്രശ്നം. ഈ വ്യക്തി ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന്, എല്ലാം നശിച്ചു പോകും. ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. മനസ്സിലായോ? പക്ഷെ അതും നശിച്ചു പോകും. അതും ആവില്ല. അവിടെ ഒരു സക്സസ്ഫുൾ വരില്ല. ഇതൊരു റിലേഷൻഷിപ്പിലായിരിക്കാം, പല വിവാഹങ്ങൾ കഴിക്കുന്ന ഒരാൾ, പല റിലേഷൻഷിപ്പിൽ കയറുന്ന ഒരാൾ, പല ജോലികൾ ട്രൈ ചെയ്യുന്ന ഒരാൾ, മനസ്സിലായോ? അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് വരുന്നത് ഈ വ്യക്തി. ഈ വ്യക്തി ലാസ്റ്റ് സ്റ്റേജിൽ ഇവിടെ വന്ന് സ്റ്റക്ക് ആയിട്ട് നിൽക്കും. ഒരു ട്രൈയും കൂടെ നോക്കാം എന്ന ഒരു പ്രത്യാശയിലാണ് നിൽക്കുന്നത്. ഈ വ്യക്തിക്ക് ഈ ഒരു സമയം കൊണ്ട് മനസ്സിലാകുമോ നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്കാണ് ഈ വ്യക്തി ഈ അനുഭവിക്കുന്നത്, ഈ കിടന്ന് വെള്ളം കുടിക്കുന്നതെന്ന് മനസ്സിലാകുമോ? ഇത് നോക്കുന്നത് ക്വീൻ ഓഫ് വോൺസ് ആണ്. ക്വീൻ ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ വളരെയധികം എന്താ പറയാ, അൺകണ്ടീഷണൽ ലവ് കൊടുക്കുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് വോൺസ്. ഇമോഷൻസ്, സ്വന്തം ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെയാണ് ജീവിച്ചത്. ഇതൊരു യെസ് കാർഡാണ്. ഇവർക്ക് മനസ്സിലാകും നിങ്ങളോട് ചെയ്ത, കാരണം ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് വരുന്നത്. ഇവർക്ക് ഇനി പോകാനില്ല. അവിടെ എല്ലാം ട്രൈ ചെയ്തു, ഇനി ഒന്നുമില്ല, ഒരു ഇതുമില്ല. അപ്പോ ആ ഒരു അവസ്ഥയിൽ ഇവര്, കാരണം നിങ്ങൾ മാത്രമേ ഇത്രത്തോളം പറ്റിച്ചിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ മാത്രമേ ഇത്ര ശുദ്ധഗതിയുള്ള ഇവരുടെ ഈ വേഷം കൊണ്ടൊന്നും മനസ്സിലാകാതെ ഇവരുടെ ചേർത്ത് പിടിച്ച ഒരാൾ നിങ്ങൾ മാത്രമായിരിക്കും. അപ്പൊ ഈ വ്യക്തി നിങ്ങളെ അവസാന നിമിഷത്തില്, ഇവരുടെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് പോവാണ്. ആ സമയത്ത് നിങ്ങളെ മനസ്സിലാക്കും. നിങ്ങളോട് ചെയ്ത തെറ്റിനാണ് ഇവര് ഈ അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു ഇവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളൊരു ക്വീൻ ഓഫ് വോൺസ് ആണ്. ക്വീൻ ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. എന്താ പറയാ, വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജി. പക്ഷേ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഏതൊരു അവസ്ഥയിലും ഞാൻ ആഗ്രഹിക്കുന്ന സാധനം ഞാൻ നേടിയെടുക്കും എന്ന ചിന്തയുള്ളതാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്നൊന്നും ആഗ്രഹമില്ല. ഈ വോൺസിന്റെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. അപ്പോ എല്ലാവരും ഹാപ്പി ആവണം, ഞാനും ഹാപ്പി ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ അവരെ മനസ്സിലാക്കിയില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഈ വ്യക്തിക്ക് മനസ്സിലാകും നിങ്ങളോട് ചെയ്ത തെറ്റിനാണ് ഇവര് അനുഭവിക്കുന്നത് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും കുറെ വൈകി പോകും. ഇവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യോ? ലാസ്റ്റ് നിമിഷത്തിൽ എന്തെങ്കിലും നിങ്ങളെ ഇവര് കോണ്ടാക്ട് ചെയ്യോ? ഭഗവാനെ, മൂൺ കാർഡ് റിവേഴ്സ് ആണ്. ഇവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇവര് എന്താ പറയാ, വളരെയധികം കുറ്റബോധത്തിലേക്കാണ് ഒരു തോന്നുന്നത്. തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ചെയ്ത തെറ്റുകൾ തിരിച്ചറിയാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എത്ര വേണം ജീവിക്കാം, എത്ര വേണമെങ്കിൽ സന്തോഷിക്കാം. ചെയ്ത തെറ്റ് നമുക്ക് തിരിച്ചറിവായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യില്ല. ഇവർക്ക് ഭയങ്കര കുറ്റബോധമായിട്ട് വരും. ഇത് ക്യാൻസർ, പൈസസ് ആണ്. ഭയങ്കര കുറ്റബോധമാണ് വരാൻ പോകുന്നത്. ജ്ഞാനം വന്നു കഴിഞ്ഞാല് പിന്നെ ജീവിതമില്ല, പിന്നെ ഒന്നുമില്ല, പോകാനൊന്നുമില്ല. കാരണം എങ്ങനെയെങ്കിലും ഇതൊന്നും അവസാനിച്ചാൽ മതി എന്നാവും. ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ വ്യക്തി പോകുന്നത്. നിങ്ങളെ ഓർക്കും, പക്ഷെ എന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളിപ്പോ ഏതവസ്ഥയിലാണെന്ന് ഈ വ്യക്തിക്ക് അറിയാൻ പാടില്ലായിരിക്കും. എനിക്കും അറിയില്ല ഇതാരൊക്കെയാ കാണുന്നത്. എന്തായാലും നിങ്ങളെ ഓർക്കും ഇവര് കേട്ടോ. അപ്പൊ നിങ്ങളോട് ചെയ്തതാണ് ഏറ്റവും വലിയ ദ്രോഹം. അതുകൊണ്ടാണ്, കാരണം മനസ്സറിഞ്ഞ് നിങ്ങൾ എന്തൊക്കെയോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ വ്യക്തിക്ക്. കുറെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ തള്ളി നിങ്ങളെ പറ്റിച്ചിട്ട് പോയ ആളാണ്. അപ്പൊ അതിനുള്ള കർമ്മഫലം ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇതൊന്നും അറിയില്ലായിരിക്കാം. ഈ വ്യക്തിയുടെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ വ്യക്തി എവിടെയാണെന്ന് അറിയില്ല, എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ ഈ വ്യക്തിയുടെ അവസാനം പോലും നിങ്ങൾ അറിയില്ല. പിന്നീട് ഒരിക്കൽ വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും അറിഞ്ഞാലേ ഉള്ളൂ. അത് സംഭവിക്കുമ്പോഴൊന്നും നിങ്ങൾ അറിയില്ല. ഈ വ്യക്തി സമയം തീർന്ന് ആ സമയത്തിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാര്യമില്ല. എത്ര ഇതാണെങ്കിലും നമുക്ക് ഒരാളുടെ അവസാനം എന്ന് പറയുമ്പോൾ നമുക്കൊരു നെഞ്ചിനൊരു അതാണ്. ചെയ്യുമ്പോ നമ്മളിതൊന്നും ഓർക്കില്ലേ. അപ്പോ രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്തവരുടെ കാര്യം റീഡിംഗ് എടുത്തു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കളർ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഒന്ന് ഷഫിൾ ചെയ്തേക്കാം. ഓം നമ ശിവായ. എന്നിട്ട് വേണം നമുക്ക് ഒരു 5 കാർഡ് എടുക്കാൻ. ഭഗവാനെ,
1 2 3 4 5 കാർഡ് കുഞ്ഞിനെയാണ് കിട്ടുന്നില്ല. അതങ്ങനെ തന്ന പോലെ എനിക്ക് തോന്നുന്നു. എന്തായാലും അപ്പൊ ഈ 5 കാർഡുകൾ, ഒന്നാമത്തെ കാർഡ് നോക്കുന്നത് ഇവരുടെ ഇപ്പോഴത്തെ എനർജി നോക്കും. രണ്ടാമത്തെ കാർഡ് നോക്കുന്നത് നിങ്ങളോട് ഇവരെന്താണ് ചെയ്തത്. മൂന്നാമത്തെ കാർഡ് നോക്കുന്നത് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. നാലാമത്തെ കാർഡ് നോക്കുന്നത് ഇവരുടെ അടുത്തേക്ക് ഇനി എന്താണ് വരുന്നത്, കർമ്മഫലം വരണമല്ലോ, എന്താണ് വരുന്നത്. അഞ്ചാമത്തെ കാർഡ് ഇവർക്ക് ഈ ഒരു അനുഭവം അവർക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലാകുമോ നിങ്ങളോട് തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇവർക്ക് ഈ അനുഭവം വന്നത്. ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാർഡ് നമുക്ക് നോക്കാം. അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കുമ്പോൾ നൈറ്റ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. നൈറ്റ് ഓഫ് വാൻസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ വളരെ അഡ്വെഞ്ചറസ് ആയ ഒരു എനർജിയാണ്. കമ്മിറ്റ് ചെയ്യേയില്ല. നൈറ്റ് ഓഫ് വാൻസ് കല്യാണ പ്രായത്തിലേക്ക് എത്തുന്ന ഒരു എനർജി. ആ ഒരു ഇത് വിവാഹം കഴിച്ചതായിരിക്കാം, ഡിവോഴ്സ്. ഇപ്പൊ എനർജി, ഒരാളുടെ എനർജി, വിവാഹം കഴിച്ചവരും ചില സമയത്ത് കല്യാണം കഴിച്ചിട്ടില്ല എന്ന മട്ടിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. മറ്റുള്ളവരെ പരിചയപ്പെടുത്തുമ്പോൾ അവിവാഹിതനാണ് അല്ലെങ്കിൽ അവിവാഹിതയാണ് എന്ന ഒരു ഇത്. അപ്പൊ ഈ വ്യക്തി നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ അത്ര അഡ്വെഞ്ചറസ് ആയ ഒരു എനർജി ആയിരുന്നു. എല്ലാം വെട്ടിപ്പിടിക്കണം, എല്ലാ കാര്യങ്ങളും എനിക്ക് വേണം, ഞാൻ എല്ലാത്തിലും മുന്നിട്ട് നിൽക്കും, എനിക്ക് ആർക്കും വീതിച്ചു കൊടുക്കാൻ സമയമില്ല, എനിക്ക് മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാള് നേരെ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ ഈ വ്യക്തി അങ്ങനെയെല്ലാം നടന്നിരുന്ന ഒരാള് ഒന്നില്ലെങ്കിൽ ഈ വ്യക്തി കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അപ്പോ ഇതൊരു വിവാഹിതനായിരിക്കാം, വിവാഹിതയായിരിക്കാം. കുറെ ഒരു എന്താ പറയാ, ഇതിനെ കുതിരയെ പറയില്ലേ, കുതിര ഇങ്ങനെ മതിച്ച് നടക്കുന്ന കുതിരയെ കടിഞ്ഞാണിട്ട് പിടിച്ച ഒരാൾ സ്വന്തമാക്കുന്നു. ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഒരു കൺട്രോൾ ഇല്ലാതെ ജീവിച്ചിരുന്ന ഒരാളെ ഒരു കൺട്രോളിലേക്ക് വന്നിരിക്കുന്നു. മറ്റുള്ളവര് ഇപ്പൊ കല്യാണം കഴിച്ചപ്പോ ഭാര്യയുടെ കൺട്രോളിലോ ഭർത്താവിന്റെ കൺട്രോളിലോ അല്ലെങ്കിൽ ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് ആരുടെയോ കൺട്രോളിൽ വന്നിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. രണ്ടാമത്തെ കാർഡ് എന്താന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാർഡ് 3 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. അപ്പൊ നിങ്ങളോട് ഇവരെന്താണ് ചെയ്തത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് വ്യക്തി മറ്റു പലരുമായിട്ട്, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഫ്ലോട്ട് ചെയ്യുമായിരുന്നു, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളുമായിട്ട് ഫ്ലോട്ട് ചെയ്യായിരുന്നു, നിങ്ങളുടെ അടുത്ത വീട്ടിലെ ആളുകളുമായിട്ട് ഫ്ലോട്ട് ചെയ്യായിരുന്നു. അങ്ങനത്തെ ഒരാളായിരുന്നു നിങ്ങളപ്പോ കയ്യോടെ പിടിച്ചിട്ടുണ്ട് ഈ വ്യക്തിയെ. പക്ഷെ എന്നാലും നിങ്ങൾ ക്ഷമിച്ചു ഈ വ്യക്തിയോട്. അപ്പോ നിങ്ങൾ വിചാരിച്ചു ഈ വ്യക്തിയുടെ സ്വഭാവം മാറുമെന്ന്. കാരണം ഈ വ്യക്തി പലർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു വ്യക്തി നമ്മളുടെ സ്വന്തമായിട്ട് വരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളുടെ സ്വന്തമായിട്ട് കിട്ടുമ്പോൾ നമ്മളൊന്ന് അഹങ്കരിക്കും. പക്ഷെ ഈ വ്യക്തി നിങ്ങളെയും പറ്റിച്ചു പോയി, മനസ്സിലായോ? അപ്പോ ഒരു തേർഡ് പാർട്ടി കണക്ഷനിലൂടെയാണ് ഈ വ്യക്തി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. നിങ്ങൾ പ്രതീക്ഷിച്ചു. കാരണം പക്ഷെ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ സ്വഭാവം അറിയേണ്ടതല്ലേ. ഈ വ്യക്തി ഒരു കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയാണെന്നാവുമ്പോൾ അങ്ങനെയുള്ളവര് കുറെ കൂടെ മെച്യൂർഡ് ആയി കഴിയുമ്പോഴേ അവരൊരു സ്ഥിരമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുള്ളൂ. അതുവരെ അവര് ഈ ഉഴപ്പായിരിക്കും. അവിടെ നോക്കും, ഇവിടെ നോക്കും, എല്ലാ റിലേഷൻഷിപ്പും ആക്കാൻ കണക്ഷൻ വെക്കും, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായില്ല. നിങ്ങൾ ഇവരുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു എല്ലാം നേടിയെന്ന്. പക്ഷെ ഈ വ്യക്തി വേറൊരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയി കളഞ്ഞു. അതാണ് നിങ്ങളോട് ചെയ്ത തെറ്റ് ഈ വ്യക്തി, കേട്ടോ. അക്വയറൻസ്, ലിബറൽ, ജെമിനി ആണ്. ഇനി ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കുമ്പോൾ ചാരിയറ്റ് റിവേഴ്സ് ആണ്. ലൈഫ് സ്റ്റക്കാണ്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയ ഒരു എനർജിയാണ്. ഇത് ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ തേരാണ്, മുമ്പോട്ട് കുതിക്കുന്ന തേരാണ്. മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഭയങ്കര ഫോഴ്സ് ആണ്, ഭയങ്കര വിൽ പവർ ആണ്. ഈ വ്യക്തിയുടെ വിൽ പവർ, നിശ്ചയദാർഢ്യം, പിന്നെ ഈഗോ എല്ലാം അടിയറ വെച്ചിരിക്കുകയാണ് ഈ വ്യക്തി. ഇത് വ്യക്തി എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. ചിലപ്പോ വ്യക്തി മതി, ചിലപ്പോ ആ ഒരു പ്രായം ആയതുകൊണ്ടായിരിക്കാം ഈ വ്യക്തി ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറിയിരിക്കുന്നത്. എന്തായാലും ഈ വ്യക്തി ഇപ്പോ തേർഡ് പാർട്ടി കണക്ഷൻ വേണമെന്നോ അവിടെ അങ്ങോട്ട് പോകണമെന്നോ യാത്ര ചെയ്യണമെന്നൊന്നുമില്ല. വീട്ടിൽ ഒതുങ്ങി കൂടാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി ഇപ്പോ എല്ലാം ഉപേക്ഷിച്ച് ഒരു എന്താ പറയാ, ഗൃഹസ്ഥനായ അല്ലെങ്കിൽ ഗൃഹസ്ഥയായിട്ട് ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിലെ മുഴുവൻ അടിച്ചു പൊളിച്ച് പല ഗേൾ ഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ട്സ് ഒക്കെ ആയി കഴിഞ്ഞ് ഒരു കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഒന്ന് ഒതുങ്ങുന്നുണ്ട്. മനസ്സിലായി? അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. ഇനി ഇവർക്ക് നിങ്ങളോട് ചെയ്ത, നിങ്ങളെ പറ്റിച്ചിട്ട് പോയതാണല്ലോ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ഈ വ്യക്തി മുങ്ങിക്കളഞ്ഞു. ഈ വ്യക്തി നിങ്ങളോട് ചെയ്തതിന്റെ കർമ്മഫലം ഈ വ്യക്തിക്ക് കിട്ടുമോ? സ്റ്റാർ കാർഡാണ്. സ്റ്റാർ കാർഡ് റിവേഴ്സ് ആണ്. അങ്ങനെ ഒരു അവസ്ഥ ഇവർക്ക് വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാത്തതാണ്. ചിലപ്പോൾ നിങ്ങളൊരു തേർഡ് പാർട്ടി ആയിരുന്നപ്പോ നിങ്ങൾ വേറൊരാളുമായിട്ട് ഈ വ്യക്തിക്ക് ബന്ധമുണ്ടായിരുന്നപ്പോ നിങ്ങളുമായിട്ട് ബന്ധം വെച്ചു.
അപ്പൊ നിങ്ങൾ വ്യക്തിയെ സ്വീകരിച്ചു, മനസ്സിലായി. അപ്പൊ വേറൊരാളിൽ നിന്ന് നിങ്ങൾ തട്ടിയെടുത്തതാണ് ഈ വ്യക്തിയെ എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു കർമ്മഫലത്തിന്റെ കാര്യമില്ല, അല്ലെ? അപ്പോ ചിലപ്പോ ഈ വ്യക്തിക്ക് ഒരു സ്റ്റാർ കാർഡ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു കർമ്മഫലത്തിന്റെ കാര്യം വരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവരുത്. കാരണം സ്റ്റാർ എന്ന് പറഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ്, അത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ലൈഫില് ഇപ്പോ ഈ വ്യക്തി വലിയ നല്ല കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഇപ്പൊ അനുഭവിക്കുന്നത് ഒരു കർമ്മഫലമായിട്ട് നമുക്ക് എടുക്കാം. ഇനി വേറൊരു കർമ്മഫലം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. കാരണം ഈ വ്യക്തിയെ അടിച്ചൊതുക്കി ഒരു പെട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ് ഒരാള്, മനസ്സിലാവുണ്ടോ? സ്വാതന്ത്ര്യമില്ല, ചിലപ്പോ വീട്ടുപണി മുഴുവൻ ചെയ്യുന്ന ഒരാളായിരിക്കും. ആകെ കൂടെ ഒരു ഇങ്ങനെ എന്താ പറയാ, ഒരു ട്രാപ്പ് ചെയ്ത പോലത്തെ ഒരു ജീവിതമാണ്. ചിലപ്പോ ഈ വ്യക്തിക്ക് അത് സമാധാനം കൊടുക്കുന്നുണ്ടാവാം. കാരണം കുറെ നമ്മളെ എന്താ പറയാ, നമ്മൾ കുറെ മധുരം കുറെ കഴിച്ച് നമുക്കൊരു മട്ടിപ്പ് വരും, ഇല്ലേ? ആ ഒരു അവസ്ഥയിലായിരിക്കാം റിലേഷൻഷിപ്പിലേക്ക് കയറിയത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് വ്യക്തിക്ക് തോന്നുന്നുണ്ടാവില്ലായിരിക്കാം. അപ്പോ ഇവിടെ അങ്ങനെ ഒരു ഇപ്പോഴത്തെ ഈ വ്യക്തി നല്ലൊരു സമയം വരണമെന്നും ആഗ്രഹിക്കുന്നില്ല, ഈ സമയം കുഴപ്പമില്ല, ഇതും എൻജോയ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോ ലാസ്റ്റ് കാർഡ്, ഇവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തിനെ കുറിച്ച് ഇവർ ഓർക്കുമോ എന്നാണ്. നിങ്ങൾ ഇവർ ഓർക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർ നിൽക്കുമ്പോഴും നിങ്ങളെ കുറിച്ച് ഇവർ ഓർക്കുന്നുണ്ട്, കേട്ടോ. അപ്പോ നിങ്ങളിൽ എന്തൊക്കെയോ ഇവർ കണ്ടിട്ടുണ്ട്. ഇവര് ഉഴപ്പ് സ്വഭാവമായതുകൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇരുന്നപ്പോ ഇവര് നിങ്ങളിൽ മറ്റു ആളുകളിൽ കണ്ടിട്ടില്ലാത്ത എത്രയോ നല്ല കാര്യങ്ങൾ ഇവർ കണ്ടിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോ ഇവർക്ക് കുറ്റബോധമില്ല നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയത്. ചിലപ്പോൾ നിങ്ങൾ രണ്ടും രണ്ട് ടൈപ്പ് ആയിരിക്കും. നിങ്ങൾ ഭയങ്കര ഇമോഷണലും ഈ വ്യക്തിയെ നിങ്ങളുടെ സ്വന്തമാക്കും, വേറെ ആരോടും സംസാരിക്കാൻ പാടില്ല, വേറെ ആരെയും തൊടാൻ പാടില്ല, വേറെ ആരോടും മിണ്ടാൻ പാടില്ല, വേറെ ആരുടെ കൂടെ എവിടെ പോകാനും പാടില്ല എന്ന ഒരു ശാഠ്യമുള്ള ഒരു എനർജിയാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അപ്പൊ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരാള് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാവും. അപ്പൊ വഴക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ വ്യക്തി ആ വ്യക്തിയുടെ വഴിയിലേക്ക് പോയി. ആ വ്യക്തിയുടെ ജീവിതം ഇങ്ങനെയാണ് പോകേണ്ടത്, ആ വ്യക്തി അത് സെലക്ട് ചെയ്ത് പോയി, നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് ആ വ്യക്തിക്ക് മോശമല്ലായിരുന്നു, നല്ലതായിരുന്നു. നിങ്ങൾ എപ്പോഴും ഓർക്കുന്നുണ്ട് ഈ വ്യക്തി. പക്ഷെ നിങ്ങളെ വിവാഹം കഴിക്കാനോ നിങ്ങളെ സ്നേഹിക്കാനോ ഒന്നും അല്ല ഓർക്കുന്നത്. നമ്മൾ ചില സമയത്ത് നമ്മൾ ചിലരെ ഓർക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പുഞ്ചിരി വരും, ഒരു കുളിർമ നമ്മളുടെ മനസ്സിൽ വരും, അല്ലെ? ആ ഒരു ഫീലിംഗ് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി തിരിച്ചു വന്ന് നിങ്ങളെ വിവാഹം കഴിക്കാനോ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാനോ ഒന്നും ആഗ്രഹമില്ല. അപ്പൊ ഇപ്പൊ ഈ വ്യക്തി അനുഭവിക്കുന്ന ഈ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ ഒരു കർമ്മഫലമായിട്ട് എടുക്കാം. നിങ്ങൾ ഓർക്കുന്നുമുണ്ട്, കേട്ടോ. പക്ഷെ ഈ ഒരു ജീവിതത്തിൽ ഈ വ്യക്തിക്ക് റിഗ്രറ്റ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ കാർഡൊന്നും വന്നിട്ടില്ല. ഈ വ്യക്തി സ്റ്റക്കാണ്, ജീവിതം മുമ്പോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അത് ആക്സെപ്റ്റ് ചെയ്തു വ്യക്തി എന്നാണ്. അപ്പോ ഇവിടെ ഇത് അക്വേറിയസ് ആണ്, ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. ഇതോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ നിമിഷം വരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും, മനസമാധാനം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്കത് മനസ്സിലാവാറില്ല, പക്ഷെ മനസമാധാനമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ദൈവം അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.